എനിക്കെതിരെ ഒരു പോക്സോ കേസ് വന്ന സമൂഹം എങ്ങനെയായിരിക്കും അത് കാണുന്നുണ്ടാവുക? ഞാൻ സെക്സിനെ പറ്റി മാസ്റ്റർബേഷനെ പറ്റിയിട്ടൊക്കെ ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ കഴപ്പ് കയറി നടക്കുന്ന അവള് പിള്ളേർ ഇങ്ങനെ ചെയ്യുന്നില്ല. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിക്കുന്നത് ഏത് തരത്തിലാണ് ലൈംഗികപരമായി പോക്സോ കേസ് കൊടുക്കുന്നതാണോ പറഞ്ഞ് പേടിപ്പിച്ചത്? പോക്സോ എന്ന് പറയുന്നത് അതാണല്ലോ. അതായത് ഞാൻ കുട്ടികളുടെ മുന്നിൽ നഗ്ന വീഡിയോ കോൾ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഞാൻ ഇപ്പൊ വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ടോ ഒന്ന് ആലോചിച്ചോക്കണം. രാവിലെ നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഈ സമൂഹത്തിലാണ് പറയുന്നത്. ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എടുത്തിട്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല. സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. എല്ലാരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിതം. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഫ്ലാഷ് ബാക്ക്. ഇയാൾ മരിച്ചതിന് ശേഷം ഇവളൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ, നന്നായി എന്ന് പറഞ്ഞ ഈ ഇമോജിയും വെച്ചിട്ടാണ് ഇവൾ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. ദീപക് മരിച്ചപ്പോ സന്തോഷം പറഞ്ഞ പോസ്റ്റ് ഇട്ടല്ലോ. അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാന്ന്. എന്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല, അതാണ് എന്റെ കുട്ടിക്ക് എന്റെ മുഖം. കുട്ടി ഇത് ചെയ്താൽ എന്റെ അമ്മച്ചി മനസ്സിലെങ്കിലും ഒന്ന് ശമിച്ച അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാന്ന്. ദീപകിന്റെ അമ്മയുടെ ഒരിക്കലും നിങ്ങൾ വിഷമിക്കും, ഉള്ളു പൊട്ടി കരയും. ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. അതാണ് എന്റെ കുട്ടിക്ക് എന്റെ മുഖം. കുട്ടി ഇത് ചെയ്താഞ്ഞത് അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? അന്ന് കലാനാടോളും പുറവും അതിനൊരു കാലണ സെന്റിമെന്റ്സും തോന്നിയിട്ടില്ല ഒന്നിനോടും ഒരുത്തനോടും. നമുക്കിപ്പോ വേണേലും നമുക്കിപ്പോ വേശ്യാവൃത്തി, ഇപ്പൊ ഞാൻ എന്തൊക്കെ പറയുന്നത്, എനിക്ക് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാം എനിക്ക്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല. ആ വേശ്യാവൃത്തി എന്ന് പറയുന്ന ആ പരിപാടി നമുക്ക് പറ്റില്ല. അങ്ങനെയാണ് നമുക്കിപ്പോ വീട്, കാറ്, എന്നില്ലെങ്കിൽ ഒരു ഫോണ് വരെ എത്ര കൊല്ലം ഇത് ഹാങ് ആയി ഫോണ് പോലും മാറ്റാൻ പൈസ ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ എന്തിനാ ഇവര് വെടി എന്ന് പറയുന്നത്? പറയുന്നതിന് ഒരു അതിരുണ്ട് കേട്ടോ. കാണിക്കാം, പറയാൻ പാടില്ല. വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ, ഒരു തവണ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ട് വിട്ടുകളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിട്ട്, നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയ ആൾക്കാരെ വിട്ടുകളഞ്ഞ കേസുണ്ട്. എവിടെയോ വെച്ച് കണ്ടതുപോലെ ഓർമ്മ എനിക്കുണ്ട്. വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പയ്യനായിട്ട് സെക്ഷൽ വെറുതെ കാഷ്വൽ ആയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഫോൺ പോലും മാറ്റാൻ പൈസ ഇല്ല. അപ്പം നമ്മളെ അങ്ങനെ എന്തിനാ ഇവര് ഈ വെടി എന്ന് പറയുന്നത്? ഭയങ്കര മോശം, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാ. ഇപ്പോഴും ഞാൻ എന്റെ എഡ്യൂക്കേഷൻ മൊത്തം കഷ്ടപ്പെട്ട് ഇപ്പൊ ട്യൂഷൻ എടുത്ത് എല്ലാവരും ട്യൂഷൻ എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഞാൻ മാത്രം ഇത് ട്യൂഷൻ എടുത്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ജീവിച്ചു. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞു. തന്തയില്ലാത്തവൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ പല തന്തയ്ക്ക് ഉണ്ടായത് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ 14 വയസ്സ് തൊട്ട് ഞാനിപ്പോ 30 വയസ്സായി. എനിക്ക് ആ കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ വെടിയെന്ന് പറയരുത്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ അമ്മയിലെ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട്, അറിയാമോ? എന്നെ ഈ ഭക്ഷണം തരാൻ വേണ്ടിട്ട് വീടിന്റെ അടുത്തുള്ള ആൾക്കാരടുത്ത് സക്കാത്ത് പോയി വാങ്ങിയിട്ട് എനിക്ക് പഴയ ഫുഡ് തന്നിട്ടുണ്ട്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അങ്ങനെ ഒരു അമ്മയെ പറ്റിട്ട് അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ പോവല്ലോ, അങ്ങനെ വരെ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ തരുന്ന ഭക്ഷണം, അങ്ങനെ പട്ടിണി കിടന്ന് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ പോലും എന്റെ അമ്മയൊന്നും ഒരു ഇത് മോശമായിട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയരുത്. മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അഭ്യാസം കാണിക്കുമ്പോ ആലോചിക്കണം, ഇത് ഒരെണ്ണം ഇവിടെ ഉണ്ടെന്ന്. തോളത്ത് കയറ്റി വെച്ചിരിക്കുന്ന ഈ വേതാളങ്ങളെ ഇറക്കി വിടാൻ പാടുപെടുമ്പോ അന്ന് എനിക്ക് ഈ മുഖമൊന്ന് കാണണം. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ.